അടച്ചിട്ട മുറിയിൽ എന്ത് ബാധ ഒഴിപ്പിക്കല്? 16കാരി തലയടിച്ച് വീണത് ബാധ ഒഴിപ്പിക്കലിനിടെ എന്ന് മൂരാരി തന്ത്രി. ഇത് കേട്ട പോലീസ് ചോദിച്ചതാണ്, അടച്ചിട്ട മുറിയിൽ എന്ത് ബാധ ഒഴിപ്പിക്കലെന്ന്. ഏതായാലും ഇത്തരത്തില് അന്ധവിശ്വാസികൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരുപാട് മൂരാരി തന്ത്രികൾ ഇനിയും ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചോദിക്കാൻ ഉള്ളതല്ല, പൊതുവെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് അല്ലേ രഹസ്യമായി അടച്ചിട്ട മുറികളിലായിരിക്കും അവരുടെ പ്രത്യേക ചികിത്സ. നമ്മളെ പോലത്തെ ആണുങ്ങൾ വന്നാല് തുറന്നിട്ട മുറികളിലും ഡോർ ഓപ്പൺ ആക്കി വെച്ച മുറികളിലും ആയിരിക്കും ചികിത്സ. ഇത് രണ്ടിലും എന്ത് വ്യത്യാസമാണ്? നിങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം പറഞ്ഞേരി അല്ലേ. ആണുങ്ങൾക്ക് തുറന്ന റൂമിലും പെണ്ണുങ്ങൾക്ക് അടച്ചിട്ട റൂമിലുമായിട്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാല് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോയി ഓല ബാധ ഒഴിപ്പിക്കണ കോലത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ വളർന്നു വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇതിൽ വിശ്വാസമുണ്ടോ? ബാധ ഒഴിപ്പിക്കുക ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അല്ലേ, ഇതൊരു സത്യത്തിലൊരു അന്ധവിശ്വാസമല്ലേ? ഏതായാലും നിങ്ങളൊക്കെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളി. ആദ്യം രക്ഷിതാക്കളാണ് അടിച്ച് പായിപ്പിക്കേണ്ടത്. ഈ ചിത്രത്തിലുള്ള ചെറിയ കുട്ടികളെ അടച്ചിട്ട മുറിയിലൊക്കെ ചികിത്സിക്കാൻ വിടുന്ന രക്ഷിതാക്കളെ ആദ്യം അടിച്ച് ഓല ബാധ ആദ്യം ഒഴിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക, ആണുങ്ങൾക്ക് തുറന്നിട്ട മുറിയിലും പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് അടച്ചിട്ട മുറിയിലുമാണ് ഇവരുടെ ചികിത്സകൾ കാണപ്പെടുന്നത്. അതിലെന്തു കാര്യം? വ്യത്യസ്തമായ ബാധകളിലെ ഏതായാലും ഒരുപാട് ബാധകൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. സ്ത്രീകൾക്ക് അടച്ചിട്ട മുറിയിൽ നിന്ന് മാത്രമേ ബാധകൾ ഒഴിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ആണുങ്ങൾക്കോ, ആണുങ്ങളല്ലേ അവന് ഏത് ഓപ്പൺ ആക്കിയ ഡൈനിങ് ഹാളിലായാലും ശരി ബാധകൾ ഒഴിപ്പിക്കാൻ കഴിയും. ഓരോ വ്യത്യസ്തമായ ചികിത്സകളെ ഏതായാലും രസകരമായ കമന്റുകൾ പോട്ടെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മൾ ആദ്യമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.